തൃശൂർ റെയിൽവേ സ്റ്റേഷനിലെ പാർക്കിംഗിൽ വൻ തീപിടുത്തം. റെയിൽവേ പാർക്കിംഗിൽ നിർത്തിയിട്ട 600ഓളം ബൈക്കുകൾ കത്തിനശിച്ചു. റെയിൽവേ ലൈനിൽ നിന്നും തീപ്പൊരി വീണ് തീ പടർന്നുവെന്നാണ് പ്രാഥമിക നിഗമനം. റെയിൽവേയുടെ പക്കാനാവസ്ഥ തന്നെയാണ്, പാർക്കിന്റെ പക്കാനാവസ്ഥ തന്നെയാണ് അത്. അവരൊന്ന് എന്തെങ്കിലും ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഇത്ര വലിയ അപകടം ഉണ്ടാവില്ലായിരുന്നു. അത് വലിയ ഇത് തന്നെയാണ്. രണ്ടെണ്ണം ചെറിയ വയസ്സ് എക്സ്ക്യൂഷൻ എന്തെങ്കിലും ചെറുത് രണ്ടെണ്ണം ഉണ്ടായിരുന്നെങ്കിൽ പൊട്ടിച്ച് അടിച്ചായിരുന്നെങ്കിൽ ഞാൻ നിൽക്കുമായിരുന്നു. ഇത്ര വലിയ ഇതിലേക്ക് പോകില്ല. അതൊന്നും ഇല്ലാത്തതിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ സംഭവിച്ചത്. ഇത് അവരുടെ അനാസ്ഥ കൊണ്ട് മാത്രം സംഭവിച്ചിരിക്കുന്നത്. ടിക്കറ്റ് എടുത്തു, അവിടെ നിന്ന് ടിക്കറ്റ് എടുത്ത് ഞാൻ ട്രെയിൻ ഇങ്ങോട്ട് ക്രോസ് ചെയ്യാൻ നിൽക്കുമ്പോഴാണ് കത്തി വീണ കണ്ടത്. അത് വരുമ്പോഴത്തേനും പിന്നെ എല്ലാം കത്തിയില്ല. അറ്റത്താണ് കത്തിയത്, ആ സൈഡിൽ അറ്റത്ത്. അവിടെ നിന്ന് കത്തി വരുന്നുള്ളൂ, അപ്പോഴേക്കും എടുക്കായിരുന്നു. പക്ഷെ അവർ സമ്മതിച്ചില്ലേ. ഇനി പിന്നെ എനിക്ക് വല്ലതും പറ്റാൽ എപ്പോഴും പറയില്ലേ. തീപിടുത്തം ഗുരുതര സുരക്ഷാ വീഴ്ചയെന്ന് DGP റവാഡ ചന്ദ്രശേഖർ പ്രതികരിച്ചു. DGP സ്ഥലത്ത് പരിശോധന നടത്തി. ഐ വിറ്റ്നസ് പറഞ്ഞ കാര്യത്തിൽ അവർ പറഞ്ഞത് ഇവിടുത്തെ സ്പാർക്ക് മറ്റേ മോളിലുള്ള ഹെഡിലെ നമ്മുടെ ഈ റെയിൽവേ ലൈനിൻ്റെ വീണ് സ്പാർക്ക് പറഞ്ഞതാണ്. അതിൻ്റെ കാര്യങ്ങളും അന്വേഷണ ഭാഗമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന തെളിവെടുപ്പെടുത്തിയിരിക്കുന്നതിലേക്ക് എല്ലാ ഇങ്ങനെയുള്ള പേ പാർക്ക് സ്റ്റേഷൻസ് എല്ലാത്തിനും കൂടെ ഇപ്പം തന്നെ പോലീസ് അവിടെ സന്ദർശിക്കും. അവിടുത്തെ എല്ലാ സെക്യൂരിറ്റി ആയിട്ട് നടത്തും. അത് നമ്മൾ അവിടുത്തെ സുരക്ഷ ഉറപ്പാക്കാനുള്ള എല്ലാ ശ്രമങ്ങളും ഞങ്ങൾ ഭാഗത്തുണ്ടാകും. തീപിടുത്തത്തിന്റെ പശ്ചാത്തലത്തിൽ എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ നടത്തിയ പരിശോധനയിൽ ഗുരുതര വീഴ്ച കണ്ടെത്തി. റെയിൽവേ സ്റ്റേഷൻ പാർക്കിംഗിലെ അഗ്നിരക്ഷാ ഉപകരണങ്ങൾ ഒന്നുപോലും പ്രവർത്തിക്കുന്നില്ല. സൂരജ് സജി തൃശൂരിൽ നിന്നും റാഫി കരീം കൊച്ചിയിൽ നിന്നും വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സൂരജ്, അത് റെയിൽവേയുടെ ഗുരുതര അനാസ്ഥയെന്നുള്ള ആരോപണങ്ങൾ ഇപ്പോൾ ഉയരുന്നുണ്ട്. തീപിടുത്തം എന്തൊക്കെയാണ് വിവരങ്ങൾ സൂരജ്? ഉന്മേഷ്, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് റെയിൽവേയുടെ ഭാഗത്ത് ഗുരുതരമായ വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് കണ്ടെത്തിയിരിക്കുന്നത്. കോർപ്പറേഷൻ അധികൃതരാകട്ടെ ഇപ്പോൾ റെയിൽവേക്ക് നോട്ടീസ് അടക്കം നൽകിയിട്ടുണ്ട്. കോർപ്പറേഷന്റെ അനുമതിയില്ലാതെയാണ് ഇത്തരമൊരു പാർക്കിംഗ് കേന്ദ്രം പ്രവർത്തിച്ചിരുന്നതെന്നുള്ളതാണ് തൃശൂർ കോർപ്പറേഷൻ കണ്ടെത്തിയിരിക്കുന്നത്. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ റെയിൽവേക്ക് നോട്ടീസ് അടക്കം നൽകിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ പാർക്കിംഗ് ഏരിയയിൽ ഈ അഗ്നിരക്ഷാ ഉപകരണങ്ങളൊന്നും തന്നെ കാര്യമായി ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഈ ദൃക്സാക്ഷികളടക്കം സാക്ഷ്യപ്പെടുന്നത്. ആദ്യ സമയത്ത് ഈ ഫയർ എക്സ്റ്റൻഷൻ ഉപയോഗിച്ചുകൊണ്ട് തീ കെടുത്താനുള്ള ഒരു ശ്രമം അവിടെ ഉണ്ടായിരുന്ന ജീവനക്കാർ അടക്കം നടത്തി. പക്ഷേ ഈ മറ്റ് അനുബന്ധ ഉപകരണങ്ങൾ അടക്കം തിരഞ്ഞെങ്കിൽ പോലും വെള്ളമോ അല്ലെങ്കിൽ ഈ ബക്കറ്റിൽ സാധാരണഗതിയിൽ മണലടക്കം നിറച്ചു വെക്കാറുണ്ട്. അത്തരം മണലോ ഒന്നും തന്നെ ലഭ്യമായിരുന്നില്ല എന്നുള്ളതാണ് രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടവർ പറയുന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തീ ആളിക്കത്തുകയായിരുന്നു. എന്തായാലും ഒരു ബൈക്കിൽ നിന്നാണ് ആദ്യഘട്ടത്തിൽ തീ പടരുന്നത്. ഇത് കണ്ടുനിന്ന ജീവനക്കാരിയായിട്ടുള്ള മല്ലിക പറയുന്നത് മുകളിൽ, അതായത് ഇതിനോട് ചേർന്നൊരു വൈദ്യുത പോസ്റ്റ് നിലനിൽക്കുന്നുണ്ട്, അവിടെ നിന്ന് തീപ്പൊരി ബൈക്കിലേക്ക് വീഴുകയായിരുന്നു എന്നുള്ളതാണ് അവർ നൽകിയിരിക്കുന്ന മൊഴി. പക്ഷേ അതിനപ്പുറത്തേക്ക് ഈ ബൈക്കിൽ ഒരു ജാക്കറ്റ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പോലീസിന് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന മറ്റൊരു മൊഴി. ഈ ജാക്കറ്റ് ഉരുകി വണ്ടിയുടെ എഞ്ചിൻ ഭാഗത്തേക്ക് വീഴുകയും അവിടെ നിന്ന് തീ പടരുന്നതിനുള്ള സാധ്യതയുണ്ട് എന്ന തരത്തിലുള്ള ചില മൊഴികളും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ രണ്ട് തരത്തിലാണ് പോലീസിന്റെ അനുമാനങ്ങൾ പോകുന്നത്. അതുകൊണ്ട് തന്നെ CCTV ദൃശ്യങ്ങളടക്കം കേന്ദ്രീകരിച്ചുകൊണ്ട് ഉള്ള ഒരു അന്വേഷണത്തിലേക്കാണ് പോലീസ് കടക്കുന്നത്. പക്ഷേ അവിടുത്തെ CCTV ഹാർഡ് ഡിസ്ക് അടക്കം ശേഖരിച്ചെങ്കിൽ പോലും അത് സ്ഥിരീകരിക്കാൻ കഴിയുന്ന ഒരു തെളിവും പോലീസിന് മുന്നിൽ ലഭിച്ചിട്ടില്ല. ഫോറൻസിക് സംഘം അടക്കം ഇപ്പോൾ ഇവിടെ പരിശോധന നടത്തിയിട്ടുണ്ട്. എന്തായാലും വ്യാപകമായ ഒരു അന്വേഷണത്തിലേക്ക് പോലീസ് ഇതിന്റെ അടിസ്ഥാനത്തിൽ കടക്കുകയും ചെയ്തിട്ടുണ്ട്. ഉന്മേഷ്, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.